ദ്വരാഷ്ട്ര ഫോർമുല അംഗീകരിക്കാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് സമാനമായിരിക്കുന്ന ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. 2025 അവസാന ഘട്ടത്തോടുകൂടി ഇതിന് ഏറെക്കുറെ ഒരു പൂർണ്ണത കൈവരും എന്നുള്ളതാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ലെബനാനും ജോർദാനും ഈജിപ്തും സിറിയയും ഇറാനും ഇറാഖുമാണ് പങ്കെടുത്തത്. അതിൽ ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് ഈജിപ്തും ജോർദാനും ഏറെക്കുറെ ഇസ്രായേലും അമേരിക്കയുമായിട്ട് സഹകരണ നിലയിലാണ്. സിറിയയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ രീതിയിൽ അവർ തകർന്നിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്. അതിൽ ലെബനാൻ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഈ ലെബനാനോടൊപ്പം സൗദി അറേബ്യയും UAEയും ചേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ യമനും ചേർന്നുകൊണ്ട് വിപുലമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക 4 രാജ്യങ്ങളായി. അതോടൊപ്പം തന്നെ ഇറാന്റെയും ഇറാഖിന്റെയും പിന്തുണ ഏറെക്കുറെ ഉറപ്പുമാണ്. അങ്ങനെ രണ്ടാം രീതിയിൽ അല്ലെ രണ്ടാം ഘട്ടത്തിൽ പാലസ്തീൻ